എല്ലാവരും വലിയ ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഒക്കെ ചൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് മാത്രം പോകും, കോളേജിലേക്ക് വരില്ല ഗ്രൂപ്പായിട്ട്. അപ്പൊ അത് പല പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അതും നിങ്ങൾ സാധിച്ചു തന്നു. പിന്നെ നിങ്ങൾ ഇവിടെ അവശേഷിച്ചിട്ട് പോയ 2 പേര് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റില് ഞാൻ ഇത്രയും നാളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, മഞ്ജുഷയും ഗോപകുമാറും. ഇപ്പൊ ഫൈനലി ഗോപൻ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD സ്ഥാനം കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ബാച്ചിനോട് അത്രയും അടുപ്പമുള്ളത് ആക്ച്വലി മഞ്ജുഷയും ഗോപനും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവരെപ്പോഴും പറയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം, ഇവരെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇവർ വഴി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തുന്നതും കൂടി കൊണ്ട് ഈ 99 പാസ് ഔട്ട് ബാച്ചിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ എത്താറുണ്ട്. അപ്പം അവർക്ക് 2 പേർക്കും അതിൽ വലിയ പങ്കുണ്ട് നിങ്ങളെ ഇങ്ങനെ ഈ കോളേജിൽ ലൈവായിട്ട് നിർത്തിയതിൽ. പിന്നെ അതുപോലെ മെമ്മറീസ് പറയാനാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ജിജോയാണ്. ജിജോ പോയോ? ജിജോ പോലും ഓർക്കുന്നില്ല. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഫീഡ്ബാക്ക് എന്തോ എഴുതിപ്പിച്ചു ഒരു പ്രാവശ്യം. എൻ്റെ ഓർമ്മ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്തോ ആയിരുന്നെന്നാണ് ആ വർഷം പഠിപ്പിച്ച സ്ഥലം. അതോ ഡേറ്റ സ്ട്രക്ചർ ഏതൊരു പേപ്പർ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനൊരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. അത് പേപ്പറിൽ എഴുതി തരാനാണ് പറഞ്ഞല്ല, പ്രത്യേകിച്ച് ഒരു ഫോം കൊടുത്ത് ടിക്ക് ചെയ്യാനൊന്നുമല്ല, ഒരു കുറച്ച് പേപ്പർ എടുത്തിട്ട് എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ജിജോ കുറെ വാക്കുകളൊക്കെ എന്നെ എഴുതി തന്നു. അതായത് ഞാനൊരു സ്റ്റബേൺ പേഴ്സൺ ആണെന്നും I am really afraid of you എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഇത്ര സ്റ്റബേൺ ആണോ, അതോ ഇനി ഞാൻ അങ്ങനെ അല്ല. ജിജോ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചത്. കാരണം സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും എന്നെനിക്ക് തോന്നി. പക്ഷെ ഗ്രാജുവലി ഞങ്ങൾ ഓരോരുത്തരും മാറി. കാരണം എന്താ, നമ്മുടെയൊക്കെ കുട്ടികൾ വളർന്നു തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലായി എത്രമാത്രം സ്റ്റബേൺ ആവാം, എത്ര ആയിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാജുവലിയാണ് പഠിച്ചു വന്നത്. അപ്പം നമ്മുടെ മക്കൾ വളരുന്നതിനനുസരിച്ച് ഞങ്ങളുടെയും എല്ലാം മനസ്സ് മാറിയിട്ടുണ്ട്. മാറി ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ എന്താണ് അവർ പറയുന്നത് അറിയത്തില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ വരാനായിട്ട് ഉള്ള ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ഓർഗനൈസേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം നടക്കാനും ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. താങ്ക് യു.